ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ മൂന്നാമത്തെ പാർട്ടാണ്. കഴിഞ്ഞ 2 പാർട്ട് കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ 2 പാർട്ട് പോയി കണ്ടിട്ട് വരിക. പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ പാർട്ടിലേക്ക് കടക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ 13ാമത്തെ പേജിലുള്ള ആക്ടിവിറ്റീസാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ, ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്മെറ്റിക് സീക്വൻസസ്. ഗിവ് റീസൺസ് ഓൾസോ. ഫൈൻഡ് ദ കോമൺ ഡിഫറൻസസ് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസസ്. താഴെ കുറച്ച് സീക്വൻസുകളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആ സീക്വൻസുകൾ അരിത്മെറ്റിക് സീക്വൻസ് ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക. ആണെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് എഴുതുക. അതിൻ്റെ കോമൺ ഡിഫറൻസ്, പൊതുവ്യത്യാസം കണ്ടുപിടിക്കുക. ഇത്രയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്നാമത്തേത്, നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഹരിക്കുമ്പോൾ 1 ശിഷ്ടം കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകൾ. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. റിമൈൻഡർ വരുന്നതും ഡിവൈഡ് ചെയ്യുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്. അപ്പോൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരണമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? 1 ആയിരിക്കും. പിന്നെ നമുക്ക് 4 കൂട്ടി പോയാൽ മതി. കഴിഞ്ഞ പാർട്ട് കണ്ടവർക്ക് അത് മനസ്സിലാവും. അപ്പോൾ ആദ്യം റിമൈൻഡറായിട്ട് വരേണ്ട 1 എഴുതുക, എന്നിട്ട് 4 വീതം കൂട്ടി പോവുക. അതാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ അടുത്ത നമ്പർ എത്ര ആയിരിക്കും? 5 ആയിരിക്കും. അതിൻ്റെ അടുത്തത് 9 ആയിരിക്കും. അതിൻ്റെ അടുത്തത് 13 ആയിരിക്കും. അങ്ങനെ 4 വീതം കൂടി പോകും. അപ്പോൾ ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. 1-ൽ തുടങ്ങി 4 വീതം കൂടി പോവുകയാണ്. ഒരേ സംഖ്യ തന്നെ വീണ്ടും കൂട്ടുകയാണ്. അപ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 4 വീതം വലിയ കൂടി പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് 4 ആണ്. അതറിയണമെങ്കിൽ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കുക, തേർഡ് ടൈമിൽ നിന്ന് സെക്കൻഡ് ടൈം കുറയ്ക്കുക, ഫോർത്ത് ടൈമിൽ നിന്ന് തേർഡ് ടൈം കുറയ്ക്കുക. ഇതെല്ലാം സെയിം ആണെന്നുണ്ടെങ്കിൽ കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, രണ്ടാമത്തെ സീക്വൻസ്, നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 or 2 റിമൈൻഡർ കിട്ടുന്ന നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ 1 കിട്ടുന്നത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി 2 കിട്ടുന്ന ഏതൊക്കെയാണെന്ന് നോക്കിയേ. അതേ ലോജിക്ക് വെച്ച് എഴുതുകയാണെന്നുണ്ടെങ്കിൽ റിമൈൻഡറായിട്ട് വരേണ്ട 2 ആദ്യം എഴുതുക, എന്നിട്ട് 4 വീതം കൂട്ടി പോകുക. അപ്പോൾ 6, 10, 14 അങ്ങനെ പോകും. ഇനി ഇത് രണ്ടും കൂടെ ചേർത്ത് ഒറ്റ സീക്വൻസ് ആക്കുക. അപ്പോൾ എങ്ങനെ എഴുതാം? 1, 2, 5, 6, 9, 10, 13, 14 ഇങ്ങനെ വരും. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നോക്കിയേ, ഫസ്റ്റ് കോമൺ ഡിഫറൻസ് എത്രയാണ്? 2 - 1 എന്നുള്ളത് 1 ആണ്. അടുത്തത് 5 - 2 3 ആണ്. അവിടെ തന്നെ ചേഞ്ച് വന്നു. അപ്പോൾ പിന്നെ അടുത്ത നമ്പറുകൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഡിഫറൻസ് കോമൺ അല്ല. അതുകൊണ്ട് തന്നെ അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇനി മൂന്നാമത്തേത്, സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങൾ. 1ൻ്റെ വർഗ്ഗം എത്രയാണ്? 1 × 1, അതായത് 1 എന്ന് കിട്ടും. രണ്ടാമത്തേത് 2 × 2 4, 3 × 3 9, 4 × 4 16, 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 25 25. സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ചെക്ക് ചെയ്യാൻ നോക്കിയേ. 4 - 1 ആൻസർ എത്രയാണ്? 3 ആണ്. 9 - 4 5 ആണ്. അപ്പോൾ ഡിഫറൻസ് സെയിം അല്ല. സോ ഡിഫറൻസ് കോമൺ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അടുത്തത്, റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും തിരിച്ചെഴുതുന്ന പരിപാടി. മുകളിലുള്ള സംഖ്യ താഴെയും താഴെയുള്ളത് മുകളിലുമാക്കി എഴുതുന്ന ഫ്രാക്ഷൻ. അപ്പോൾ നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കലാണ് വേണ്ടത്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 ഇതാണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽ എഴുതാൻ 1 ആ നമ്പർ അങ്ങനെ എഴുതിയാൽ മതി. അതായത് ഇപ്പോൾ 3യുടെ റെസിപ്രോക്കൽ ആണെങ്കിൽ 1/3, 5ൻ്റെ ആണെങ്കിൽ 1/5. അപ്പോൾ ഇവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽ എഴുതാൻ 1/1. ഓക്കെ, മുകളിൽ താഴെയും 1 തന്നെ വരും. അടുത്തത് 1/2, 1/3, 1/4 ഇങ്ങനെ പോകും. ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ടോ എന്നറിയണമെങ്കിൽ ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ ആദ്യം 1/2 - 1/1 അതൊന്ന് നോക്കിയാൽ. 1/2 - 1/1 ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ. 1 × 1 1 മൈനസ് 1 × 2 2 ഡിവൈഡഡ് ബൈ 2 × 1 അതായത് 2. ആൻസർ എന്ന് പറയുന്നത് -1/2 എന്ന് കിട്ടും. ഓക്കെ, -1/2. ഇനി രണ്ടാമത്തെ ഡിഫറൻസ്, അതായത് മൂന്നാമത്തെ ടേമും രണ്ടാമത്തെ ടേമും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണമെങ്കിൽ 1/3 - 1/2 ആൻസർ എത്രയാണ്? 1 × 2 2 മൈനസ് 1 × 3 3/3 × 2 6 എന്ന് കിട്ടും. ആൻസർ -1/6. ആദ്യത്തെ ഡിഫറൻസ് കിട്ടിയത് -1/2, ഇപ്പോൾ ഡിഫറൻസ് കിട്ടിയത് -1/6. സോ ഡിഫറൻസ് സെയിം അല്ല. അതുകൊണ്ട് തന്നെ ഇത് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. ഇനി അഞ്ചാമത്തേത്, പവേഴ്സ് ഓഫ് 2. പവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൃതി.
2^1, 2^2, 2^3 അങ്ങനെ എഴുതത്തില്ലേ അത്. അതായത് 2നെ എത്ര തവണ മൾട്ടിപ്ലൈ ചെയ്യുന്നോ അതാണ് നമ്മൾ പവറായിട്ട് മുകളിൽ എഴുതുന്നത്. അപ്പോൾ പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത് 2നെ ഒരു തവണ മൾട്ടിപ്ലൈ, അതായത് 2^1 എന്ന് പറയുന്നത് എത്രയാണ്? 2 തന്നെയാണ്. അടുത്തത് 2^2, അതായത് 2 × 2 4, 2 × 2 × 2 8, 2 × 2 × 2 × 2 4 തവണ 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ 16. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? എങ്ങനെ ചെക്ക് ചെയ്യും? നോക്കിയേ, 4 - 2 അത് 2 ആണ്, 8 - 4 4 ആണ്. അവിടെ തന്നെ ഡിഫറൻസ് ചേഞ്ച് ആയി. സോ ഇനി അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്ന സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. ഹാഫ് ഓഫ് ദ ഓഡ് നമ്പേഴ്സ്, ഒറ്റ സംഖ്യകളുടെ പകുതിയുടെ സീക്വൻസ് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഒറ്റ സംഖ്യകളുടെ പകുതി. ആദ്യം നമുക്ക് ഒറ്റ സംഖ്യകൾ എഴുതാം. 1, 3, 5, 7 അങ്ങനെ പോകും. ഇതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ്? പകുതി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതല്ലേ. അപ്പോൾ 1ൻ്റെ പകുതി 1/2, 3ൻ്റെ പകുതി 3/2, 5ൻ്റെ പകുതി 5/2. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുത്ത് നോക്കിയേ, 3/2 - 1/2. ആൻസർ എത്രയാണ്? 2/2, അതായത് 1. ഇവിടെ നമുക്ക് ന്യൂമറേറ്റർ മാത്രമേ ചേഞ്ച് ആകുന്നുള്ളൂ, ഡിനോമിനേറ്റർ സെയിം ആണ്. അതുകൊണ്ട് ന്യൂമറേറ്ററിൻ്റെ ഡിഫറൻസ് മുകളിൽ എഴുതി, ഡിനോമിനേറ്റർ അതേപോലെ എഴുതി. ന്യൂമറേറ്ററും ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ആൻസർ 1 ആയിരിക്കും. അതൊക്കെ മുമ്പ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ഡിഫറൻസ് 1 എന്ന് കിട്ടി. ഇനി അടുത്ത ഡിഫറൻസ് നോക്കിയാൽ 5/2 - 3/2. ഇവിടെ ആൻസർ എത്ര കിട്ടും? 5 - 3 2 ആണ്. താഴെയുള്ള ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് 2 എന്ന് തന്നെ എഴുതുക. അപ്പോഴും വീണ്ടും 2/2 ആൻസർ 1 എന്ന് കിട്ടി. ഒന്നുകൂടി ചെയ്ത് നോക്കാം. 7/2 - 5/2. അതുകൂടെ നോക്കിയേ, 7 - 5 എന്ന് പറയുമ്പോൾ 2 എന്ന് കിട്ടും. വീണ്ടും താഴെ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അതേ 2 തന്നെ നമുക്ക് എഴുതാം. അപ്പോഴും 2/2 1 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 1 1 1 എന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. കോമൺ ഡിഫറൻസ് 1 ആണ്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ മെനി സ്മാൾ സ്ക്വയർസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഇതിൽ ഓരോ ചിത്രത്തിലും എത്ര സ്ക്വയറുകൾ ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര ചെറിയ സ്ക്വയറുകളുണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് ചിത്രത്തിൽ എത്ര സ്ക്വയറുകളുള്ളത്? ചെറിയ സ്ക്വയർ 2 എണ്ണം ഉണ്ടല്ലോ. രണ്ടാമത്തേതിൽ 4, മൂന്നാമത്തേതിൽ 6, നാലാമത്തേതിൽ 8 ചെറിയ സ്ക്വയറുകളുണ്ട്. ഇനി ഹൗ മെനി ലാർജ് സ്ക്വയർ, വലിയ സ്ക്വയറുകൾ എത്ര എണ്ണം ഉണ്ട്? ഒന്നാമത്തെ ചിത്രത്തിൽ വലിയ സ്ക്വയറുകൾ ഉണ്ടോ? ഇല്ലല്ലോ, അപ്പോൾ 0. രണ്ടാമത്തേതിൽ ഈ 4 ചെറിയ സ്ക്വയറുകൾ ചേർത്തിട്ട് ഒറ്റ സ്ക്വയർ ആക്കി എടുക്കാം, അപ്പോൾ 1 സ്ക്വയർ. മൂന്നാമത്തേതിൽ നമുക്ക് ഇത് 1, 2, 2 സ്ക്വയറുകളുണ്ട് വലുത്. നാലാമത്തെ ചിത്രത്തിൽ 1 സ്ക്വയർ, 2 സ്ക്വയർ, 3 സ്ക്വയർ, മൊത്തം 3 വലിയ സ്ക്വയറുകളുണ്ട്. 0 1 2 3. മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ? രണ്ടും കൂടി എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. ചെറിയ സ്ക്വയറുകളും വലിയ സ്ക്വയറുകളും ചേർത്ത് മൊത്തം എത്ര സ്ക്വയർ ഉണ്ട്? നോക്കിയേ, ഒന്നാമത്തേൽ ചെറിയ സ്ക്വയറുകൾ 2ഉം വലിയ സ്ക്വയർ 0, അപ്പോൾ മൊത്തം സ്ക്വയർ 2. രണ്ടാമത്തേൽ ചെറിയ സ്ക്വയർ 4ഉം വലിയ സ്ക്വയർ 1ഉം, അപ്പോൾ ടോട്ടൽ 5. മൂന്നാമത്തേതിൽ ചെറിയ സ്ക്വയർ 6, വലിയ സ്ക്വയർ 2, അപ്പോൾ ടോട്ടൽ 8. അടുത്തതിൽ ചെറിയ സ്ക്വയർ 8ഉം വലിയ സ്ക്വയർ 3ഉം, അപ്പോൾ 11. ഇനി ഇഫ് വി കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് ദ പിക്ചേഴ്സ് ആർ ദ സീക്വൻസസ് എബോവ് അരിത്മെറ്റിക് സീക്വൻസസ്? ഈ പാറ്റേൺസ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇത് അരിത്മെറ്റിക് സീക്വൻസസ് ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം, നമുക്ക് ആദ്യത്തെ നോക്കാം. 2 4 6 8 ഡിഫറൻസസ് സെയിം ആണല്ലോ. 4 - 2 2 ആണ്, 6 - 4 2 ആണ്, 8 - 6 2 ആണ്. അതായത് ഇത് ഈവൻ നമ്പേഴ്സാണ്, 2 4 6 8. അപ്പോൾ ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഇനി രണ്ടാമത്തേത് 0 1 2 3 1 വെച്ച് കൂടി പോവുകയാണ്. അപ്പോൾ ഒരേ നമ്പർ വീണ്ടും വീണ്ടും കൂട്ടിയിരിക്കുന്നത് കൊണ്ട് അതും അരിത്മെറ്റിക് സീക്വൻസ് ആണ്. മൂന്നാമത്തേത് 2 5 8 11. ഡിഫറൻസ് 3 ആണല്ലോ. 2 + 3 5, 5 + 3 8, അങ്ങനെ 3 വെച്ച് കൂടി പോയേക്കാണ്. അപ്പോൾ അതും അരിത്മെറ്റിക് സീക്വൻസസ് ആണ്. ഇത് 3 അരിത്മെറ്റിക് സീക്വൻസുകളാണ്. ഓക്കെ, ഇനി മൂന്നാമതൊരു പിക്ചർ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് ഞാനൊരു ഷോർട്ട് വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. ഇതിലൂടെ വരച്ച് കാണിച്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാൻ പറ്റത്തില്ല. അതുകൊണ്ട് വേറൊരു വീഡിയോയിൽ ഞാനത് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 4th പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. മറ്റു വിഷയങ്ങളുടെ ക്ലാസ്സുകൾ ഉടനെ തന്നെ തുടങ്ങുന്നതായിരിക്കും. സോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.